മക്കളെ, എല്ലാ കൂട്ടുകാർക്കും edu.comൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നറിഞ്ഞ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. സിമ്പിളായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. വ്യത്യസ്ത തരം കാറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? ചാപ്റ്ററിൻ്റെ ഫുൾ പാർട്ടുകൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും അത് കാണുക, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഓക്കെ, പേജ് നമ്പർ 22 വിവിധ തരം കാറ്റുകളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 4 ടൈപ്പായിട്ട് പ്രധാനമായിട്ടുള്ള 4 ടൈപ്പുകൾ ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ. ഒന്നുകൂടെ പറയാം: സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ. ഇങ്ങനെ 4 ടൈപ്പായിട്ടാണ് കാറ്റുകളെ വേർതിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. പറയുന്നത് സ്ഥിരവാദങ്ങൾ. സ്ഥിരവാദങ്ങൾ എന്ന പേര് കേട്ടാൽ തന്നെ നമുക്കൊരു സ്ഥിരമായിട്ടുള്ള വാദങ്ങളാണ്. വാദങ്ങൾ മീൻസ് കാറ്റുകൾ കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ടുള്ള കാറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ, ഒരേ ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണിവ. അപ്പോൾ സ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വർഷം മുഴുവൻ എങ്ങനെയാണ് ഒരേ ദിശയിൽ, ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. നിരന്തരവാദങ്ങൾ, ആഗോളവാദങ്ങൾ എന്നീ പേരുകളിലും സ്ഥിരവാദങ്ങൾ അറിയപ്പെടുന്നു. സ്ഥിരവാദങ്ങൾക്ക് മറ്റു പേര് ഏതൊക്കെയാണ്? നിരന്തരവാദങ്ങൾ, ആഗോളവാദങ്ങൾ. ഓക്കെ, ആഗോളമർദ്ദ മേഖലകൾക്കിടയിലാണ് ഈ കാറ്റുകൾ വീശുന്നത്. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട സ്ഥിരവാദങ്ങൾ. അപ്പോൾ സ്ഥിരവാദങ്ങൾ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് ഏതൊക്കെയാണ്? വാണിജ്യവാദങ്ങൾ എന്നുണ്ട്, പിന്നെയോ പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നുണ്ട്, ധ്രുവീയവാദങ്ങൾ എന്ന് പറയുന്നു. അങ്ങനെ 3 പേരുകളിലായിട്ട് ഇങ്ങനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളെയാണ് സ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. ആഗോളവാദങ്ങൾ, നിരന്തരവാദങ്ങൾ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ എന്നിവ പ്രധാനപ്പെട്ട സ്ഥിരവാദങ്ങളാണ്. താഴെയായിട്ട് ചിത്രം 1.17 നിരീക്ഷിച്ച് താഴെ ഏതൊക്കെ മർദ്ദമേഖലകളിലാണ് ഏതൊക്കെ കാറ്റുകളാണ് വീശുന്നത് എന്ന് കണ്ടെത്തിയിട്ട് പട്ടിക പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞൊരു പ്രവർത്തനം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആഗോള മർദ്ദമേഖലകൾ കാണിക്കുന്ന ചിത്രവും ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമ്മുടെ മുന്നേയുള്ള പട്ടിക പേരുകൾ നോക്കിയിട്ട് ഏതൊക്കെ വാദങ്ങളാണ് ഏതൊക്കെ മേഖലകളിലാണെന്ന് പട്ടികപ്പെടുത്തി നോക്കിക്കേ. മേഖലകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാമാണ് മർദ്ദമേഖല എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ധ്രുവീയവാദങ്ങളുടെ ദിശ വരച്ചിരിക്കുന്നത് കണ്ടോ? എങ്ങോട്ടാണ് അതിൻ്റെ ദിശ പോകുന്നത്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലോട്ടാണ് കാറ്റിൻ്റെ ദിശ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടെ നിന്നാണ് കാറ്റുകൾ വീശുന്നത്. മുകളിൽ ധ്രുവീയ ഉച്ചമേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലോട്ടാണ് കാറ്റ് വീശുന്നതെന്ന് നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ ധ്രുവീയവാദങ്ങൾ വീശുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലോട്ടാണ്. മുന്നേയുള്ള ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ന്യൂനമർദ്ദ മേഖലകളിലോട്ടാണ് കാറ്റിൻ്റെ സഞ്ചാരം എന്ന് നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലോട്ട് കാറ്റ് വീശുന്നു. അതായത് ഏത് കാറ്റാണ് വീശുന്നത്? ധ്രുവീയവാദങ്ങളാണ് ആ വീശുന്നത്. ഇവിടെ ദക്ഷിണ ഭാഗത്താണെങ്കിലും ഉത്തര ഭാഗത്താണെങ്കിലും ഒരേപോലെയാണ് അല്ലേ. കാര്യം എന്താണ്? ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരമേഖല എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗമാണെന്ന് നമുക്കറിയാം. ദക്ഷിണ മേഖല എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗമാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഉത്തര ധ്രുവീയവാദവും ദക്ഷിണ ധ്രുവീയവാദവും, ഉത്തര ധ്രുവീയം എന്ന് പറഞ്ഞാൽ മുകളിലുള്ളത്, വടക്കൻ മേഖലകളിലുള്ളത്. ദക്ഷിണ ധ്രുവീയവാദം എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗത്തുള്ളത്, താഴെയുള്ളത്. അപ്പോൾ ഈ 2 ഏരിയകളിലുള്ളതും എങ്ങനെയാണ്? ഉത്തര ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലോട്ട്. ദക്ഷിണ ധ്രുവീയവാദമാണെങ്കിൽ ദക്ഷിണ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലോട്ട്. ധ്രുവീയവാദങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് പശ്ചിമവാദങ്ങളാണ്. പശ്ചിമവാദങ്ങളുടെ ദിശ നോക്കൂ. ഉഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലോട്ടാണ് പശ്ചിമവാദങ്ങളുടെ ദിശ പോണത് അല്ലേ. അപ്പോൾ ഈ 30 ഡിഗ്രി മുതൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല മുതൽ 60 ഡിഗ്രി ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലോട്ടാണ് അതിൻ്റെ ആ ഒരു സിമ്പൽ പോണത് അല്ലേ. അതിൻ്റെ ആ സൈന് പോണത് എങ്ങോട്ടാണ്? മുകളിലോട്ട് അല്ലേ, വടക്കോട്ട് ആ ഒരു ഏരിയയിലോട്ടാണ് പോണത്. അല്ലെങ്കിൽ ഇവിടെ താഴെയാണെങ്കിൽ തെക്കോട്ട് അല്ലേ. അങ്ങനെയുള്ള ആ ഒരു സൈന് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ കൂടി പറയാം: പശ്ചിമവാദങ്ങൾ വീശുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലോട്ടാണ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലോട്ട്. ഇത് പറയുന്നത് വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങളെ കുറിച്ചാണ് അല്ലേ. വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ എങ്ങനെയാണ് പോണത്? വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലോട്ടാണ് വീശുന്നത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലോട്ട്. തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളാണെങ്കിലും എങ്ങനെയാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലോട്ടാണ്
വീശുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ കാറ്റുകളെക്കുറിച്ചും അല്ലെങ്കിൽ സ്ഥിരവാദങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയില്ലേ. ഇനി മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിൽ കാറ്റില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയെ നിർവാത മേഖല എന്നാണ് അറിയപ്പെടുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത്രയാണ് ഈ ഒരു ചിത്രം 1.17 നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു പ്രവർത്തനം പട്ടികയാക്കിയിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാർട്ടിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് ആ ഒരു പ്രവർത്തനം നടക്കുന്നത് കേട്ടോ. തുടർ പ്രവർത്തനം എന്നുള്ള രൂപത്തിലാണ് നമ്മളതൊക്കെ ചെയ്യാറ്. എല്ലാ ഭാഗത്തും തുടർ പ്രവർത്തനം എന്നുള്ള രൂപത്തിലാണ് നമ്മളത് കൊടുക്കാറുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഭാഗത്താണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവുക. ഇത്രയും 2 ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. വാണിജ്യവാദങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ വടക്കു കിഴക്കൻ കാറ്റുകളായിട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്കൻ കാറ്റുകളായും വീശുന്നു. കാരണം എന്താണെന്ന്? വാണിജ്യവാദങ്ങൾ എവിടെയാണ് വീശുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും വീശുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ വ്യത്യസ്ത പേരുകളിലാണ്. അതിൻ്റെ ഒറിജിൻ എവിടെയാണോ അതിനനുസരിച്ചുള്ള പേരുകളിലാണെന്നൊക്കെ നമ്മളൊക്കെ അറിയാം. അപ്പോൾ അവിടെ വീശുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്കറിയാം അതെന്താണ്, കോറിയോലിസ് പ്രഭാവം മൂലമാണ്, അതുപോലെ ഭൂമിയുടെ ഭ്രമണം മൂലമാണെന്നൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ലാസ്റ്റ് ഭാഗത്ത് ഇത് കൃത്യമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ പറയുന്നത് ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തമാണ്. എന്തായിരിക്കാം കാരണം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ്, മുകളിലുള്ള ഭാഗമാണ് ഉത്തരാർദ്ധഗോളം എന്ന് പറയും. അവിടെ എന്താണ് ഏറ്റവും കൂടുതൽ കരഭാഗമാണ്. പക്ഷേ ദക്ഷിണാർദ്ധഗോളത്തിനാണെങ്കിലോ അവിടെ ഏറ്റവും കൂടുതൽ സമുദ്രഭാഗമാണ്. കാര്യം സമുദ്രത്തോടടുത്താണ് ദക്ഷിണാർദ്ധഗോളം അല്ലേ. ഏറ്റവും കൂടുതൽ സമുദ്രഭാഗങ്ങൾ അവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ പശ്ചിമവാദങ്ങൾക്ക് വീശാനുള്ള കൃത്യമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ട്. അതുമാത്രമല്ല താപനിലയിലും വ്യത്യാസം വരും അല്ലേ. താപനിലയിൽ വ്യത്യാസം വരുന്നതും അതുപോലെ സമുദ്രഭാഗങ്ങളുള്ളതൊക്കെ പശ്ചിമവാദങ്ങളെ കൂടുതൽ വീശാൻ സഹായിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ ഒരു നീല കോളത്തിൽ കാണിച്ചിട്ടുണ്ട് ITCZ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ITCZ എന്ന് പറയുന്നുണ്ട്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് പറയുന്ന ഒരു ഏരിയയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നൊക്കെ വീശുന്ന വാണിജ്യ കാറ്റുകൾ ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള ഒരു താഴ്ന്ന മർദ്ദ മേഖലയിലാണ് ഒത്തുചേരുന്നത് നമുക്കറിയാം അല്ലേ. രണ്ടും കൂടി ഒരുമിച്ച് ഇങ്ങനെ വീശുന്നു നമുക്കറിയാം. പിന്നെ ഈ മേഖലയാണ് അന്താരാഷ്ട്ര സംവർജന മേഖല അല്ലെങ്കിൽ ITCZ എന്ന് വിളിക്കുന്നത് കേട്ടോ. സൂര്യൻ്റെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് ഈ ITCZ എന്ത് ചെയ്യും? അതിന് ചെറുതായിട്ട് സ്ഥാനമാറ്റം വരുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ 2 ഭാഗങ്ങളിൽ നിന്നുള്ള കാറ്റുകൾ ഒരുമിക്കുന്ന ഒരു ഭൂമധ്യരേഖ പ്രദേശമാണ് ITCZ. അതായത് സൂര്യൻ്റെ സഞ്ചാരത്തിനനുസരിച്ച് ഇത് എന്തായിട്ടുണ്ടാവും? ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സൂര്യൻ ഉത്തരാർദ്ധ മേഖലയിലോട്ട് പോകുമ്പോൾ ഇത് ചെറുതായിട്ട് ഉത്തരാർദ്ധ മേഖലയിലോട്ടും, സൂര്യൻ ദക്ഷിണായന രേഖയിലോട്ട് പോകുമ്പോൾ ചെറുതായിട്ട് ദക്ഷിണായന മേഖലയിലോട്ടും ഇതിൻ്റെ ഒരു ചെറിയൊരു സ്ഥാനമാറ്റം ഉണ്ടാവുന്നുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞത് സ്ഥിരവാദങ്ങളെക്കുറിച്ചായിരുന്നു അല്ലേ. ഇനി പറയാനുള്ളത് കാലികവാദങ്ങളെക്കുറിച്ചാണ് കേട്ടോ. കാലികവാദങ്ങൾ നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതി മാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ എന്ന് പറയുന്നത്. ദൈനംദിനം ആവർത്തിക്കുന്ന പ്രാദേശികവാദങ്ങളായിട്ടുള്ള കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നിവയെല്ലാം ഉഷ്ണശൈത്യകാലങ്ങളിൽ ഉണ്ടാകുന്ന മൺസൂൺ കാറ്റുകളും കാലികവാദങ്ങളിൽ ഉൾപ്പെടുന്നു. കാലികവാദങ്ങൾ എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക കാലയളവിൽ സ്ഥിരമായിട്ടൊരു ദിശയിലേക്ക് ഇങ്ങനെ വീശുന്ന കാറ്റുകളാണ്. പ്രധാനമായിട്ടും താപനിലയിൽ വ്യത്യാസങ്ങൾ, അതുപോലെ ഭൂമിയുടെ ഭ്രമണം, ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ എന്നിവ കാരണമൊക്കെ ഉണ്ടാകുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഈ കാലികവാദങ്ങൾ ഒരു നിശ്ചിത കാലയളവിലാണ് കേട്ടോ ഒരു ദിശയിലുള്ളത്. ഒരു നിശ്ചിത കാലയളവിൽ ഒരു ദിശയിൽ നിന്നും മറ്റൊരു നിശ്ചിത കാലയളവിൽ അതിൻ്റെ വിപരീത ദിശയിൽ നിന്നും അങ്ങനെയാണ് ഈ കാലികവാദങ്ങൾ അതിൻ്റെ മാറ്റം ഉണ്ടാകുന്നത് കേട്ടോ. കാലികവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞത് കടൽക്കാറ്റ്, കരക്കാറ്റ്. അതെന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. കടൽക്കാറ്റ് പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്കാണ് കടൽക്കാറ്റ് വീശുന്നത്. അപ്പോൾ നമുക്കറിയാം കടൽക്കാറ്റ് എന്നുള്ള പേരിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ കടലിൽ നിന്നും കരയിലേക്ക് എപ്പോഴാണ് വീശുന്നത്? പകൽ സമയത്ത്. പകൽ സമയത്ത് സൂര്യപ്രകാശം മൂലം കര കടലിനേക്കാളധികം ചൂടാകുന്നുണ്ട്. അപ്പോൾ കരക്ക് മുകളിൽ എന്തുണ്ടാവും? അവിടെയുള്ള വായു എളുപ്പം ചൂടാക്കപ്പെടും. അത് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോവുകയും ചെയ്യും. ഇതുമൂലം കരയിൽ നിന്നും ഒരു ന്യൂനമർദ്ദം രൂപപ്പെടും. കാര്യം എന്താ? ഇവിടെ ചൂടുള്ള വായുവാണ്. അപ്പോൾ ചൂടുള്ള വായു മുകളിലോട്ട് ഉയർന്ന അവിടെ ന്യൂനമർദ്ദമായിരിക്കും. അതേസമയം കരയെ സംബന്ധിച്ചിടത്തോളം കടലിൽ ഉയർന്ന മർദ്ദമാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് കടലിൽ എന്തായിരിക്കും? ഈ പ്രഷറായിരിക്കും. അപ്പോൾ വായു എപ്പോഴും ഉയർന്ന മർദ്ദത്തിൽ നിന്നും കുറഞ്ഞ മർദ്ദത്തിലേക്കാണല്ലോ പോവുക. അങ്ങനെ കടലിൽ നിന്നും വായു കരയിലേക്ക് വീശും. ഇതാണ് കടൽക്കാറ്റ്. ഇപ്പോൾ കടൽക്കാറ്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി കരക്കാറ്റ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നടക്കുക. അപ്പോൾ അതെന്താണെന്ന് നോക്കിയാലോ. കരക്കാറ്റ് എന്ന് പറഞ്ഞാൽ കരക്കാറ്റ് സംഭവിക്കുന്നത് രാത്രിയിലാണ്. കര വേഗം തണുക്കും. പക്ഷേ കടലാണെങ്കിലോ, കടൽ സാവധാനമാണ് അത് തണുക്കുള്ളൂ. അപ്പോൾ കടൽ ചൂട് നിലനിർത്തും. അപ്പോൾ ഇത് കാരണം കടലിന് മുകളിൽ വായു എന്ത് ചെയ്യും? ചൂടായി ഉയരും. അത് കുറഞ്ഞ മർദ്ദമുള്ളൊരു പ്രദേശമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് എന്തായിരിക്കും? കുറഞ്ഞ മർദ്ദമായിരിക്കും. കരയിലെ തണുത്ത വായു എന്ത് ചെയ്യും? ഉയർന്ന മർദ്ദമുള്ളതിനാൽ കടലിലേക്ക് വീശും.
കരയിലെ തണുത്ത വായു എന്ത് ചെയ്യും, കടലിലോട്ട് രാത്രി വീശും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, കരക്കാറ്റ്. കരയിൽ നിന്ന് വീശുന്നത് കരക്കാറ്റ്, കടലിൽ നിന്ന് വീശുന്നത് കടൽക്കാറ്റ്. തമ്മിൽ തിരിഞ്ഞു പോകരുത്. വാദത്തിലെ അടുത്ത വകഭേദമാണ് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. വാലി ബ്രീസും മൗണ്ടെയിൻ ബ്രീസും. വാലി ബ്രീസ്, മൗണ്ടെയിൻ ബ്രീസ്. അപ്പോൾ എന്താണ് പർവ്വതക്കാറ്റ് അല്ലെങ്കിൽ മൗണ്ടെയിൻ ബ്രീസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. രാത്രികാലങ്ങളിൽ പർവ്വത ചെരുവിലെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതാണ് പർവ്വതക്കാറ്റ് എന്ന് പറയുന്നത്. ഇനി താഴ്വരക്കാറ്റാണെങ്കിലോ പകല് സൂര്യതാപമേറ്റിട്ട് പർവ്വത ചെരുവിലെ വായു വികസിച്ചുള്ളത് താഴ്വരയിൽ നിന്നും പർവ്വതമുകളിലോട്ട് കാറ്റ് വീശുന്നതിന് കാരണമാകും. ഇതാണ് താഴ്വരക്കാറ്റ് അല്ലെങ്കിൽ വാലി ബ്രീസ്. ചിത്രം 1.18 മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. പർവ്വതക്കാറ്റ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ മലഞ്ചെരിവുകൾ എന്ത് ചെയ്യും, താഴ്വരയേക്കാളും വേഗത്തിൽ തണുക്കുന്നുണ്ട്. ഓക്കെ, മലഞ്ചെരിവുകൾ താഴ്വരനേക്കാളും വേഗത്തിൽ തണുക്കുന്നുണ്ട്. ഈ തണുത്ത വായു സാന്ദ്രത കൂടും അല്ലെ, സാന്ദ്രത കൂടിയതിനാൽ താഴ്വരയിലേക്ക് വീശും. ഈ പ്രതിഭാസമാണ് പർവ്വതക്കാറ്റ്. അപ്പോൾ തണുത്ത വായു താഴ്വരയിലേക്ക് വീശുന്നു, അതായത് സാന്ദ്രത കൂടിയിട്ട് താഴ്വരയിലോട്ട് വീശും. സിമ്പിളാണ്. താഴ്വരക്കാറ്റാണെങ്കിലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുക അല്ലേ. അപ്പോൾ എന്താണ്, പകൽ സമയത്താണ് നടക്കുക. അപ്പോൾ പകൽ സമയത്ത് താഴ്വരകളിലെ വായു മലഞ്ചെരിവുകളിലെ വായുവിനേക്കാളും വേഗത്തിൽ ചൂടാവും. ഈ ചൂടായ വായു സാന്ദ്രത അങ്ങനെ കുറഞ്ഞിട്ട് മുകളിലോട്ട് ഉയരും. ഈ പ്രതിഭാസം താഴ്വരയിൽ നിന്ന് മലകളിലോട്ട് കാറ്റ് വീശാൻ ഇടയാക്കും. അത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ താപനിലയുള്ള വ്യത്യാസമാണ് ഈ കാറ്റുകളൊക്കെ രൂപം കൊള്ളാൻ കാരണം. ഒരു സമയത്ത് താഴ്വര ചൂടാകുമ്പോൾ താഴ്വരക്കാറ്റും രാത്രി മല തണുക്കുമ്പോൾ പർവ്വതക്കാറ്റും ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് താഴ്വരക്കാറ്റും പർവ്വതക്കാറ്റും. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കാറ്റായാലും കരക്കാറ്റായാലും പർവ്വതക്കാറ്റായാലും താഴ്വരക്കാറ്റായാലും എല്ലാം ആ പേരിൽ നിന്ന് തന്നെ നമുക്കതിന് കിട്ടും അല്ലേ. കൺഫ്യൂഷൻ ഉള്ളവർക്ക് ആ പേര് തന്നെ കിട്ടും. കാര്യം എന്താ, കടൽക്കാറ്റ് കടൽ പകൽ എന്നൊരു പ്രാസല്ലേ. അപ്പോൾ കടൽക്കാറ്റ് പകലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ്, കടലിൽ നിന്നും കരയിലോട്ട്. കരക്കാറ്റാണെങ്കിലോ രാത്രിയാണ് ഉണ്ടാകുന്നത്, കര രാത്രി, അങ്ങനെ കണക്റ്റാക്കി വെക്കട്ടോ. എന്നിട്ട് കരയിൽ നിന്നും കടലിലോട്ട്. കരക്കാറ്റാവുമ്പോൾ കരയിൽ നിന്നും കടലിലോട്ട്, അങ്ങനെ കോഡ് വെച്ച് പഠിക്കുക. ഓക്കെ. പർവ്വതക്കാറ്റാണെങ്കിലോ രാത്രി, പർവ്വതക്കാറ്റ് രാത്രി പർവ്വതത്തിൽ നിന്നും താഴ്വരയിലോട്ട്. അപ്പോൾ അതിൽ തന്നെ കിട്ടും, പർവ്വതത്തിൽ നിന്നും താഴ്വരയിലോട്ട് വീശുന്നു. രാത്രിയാണ് ഉണ്ടാവുക കേട്ടോ, രാത്രിയാണ്. പർവ്വതത്തിൽ രാത്രി ഇങ്ങനെ പോയിരിക്കുന്നത് ഇങ്ങനെ ഇമാജ് ചെയ്താൽ മതി, അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. ദെൻ പിന്നെ താഴ്വരക്കാറ്റാണെങ്കിൽ പകൽ സമയത്താണ് നടക്കുക, മറ്റേ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ്, താഴ്വരയിൽ നിന്നും പർവ്വതത്തിലോട്ട്. ഓക്കെ, താഴ്വരയിൽ നിന്നും പർവ്വതത്തിലോട്ട് താഴ്വരക്കാറ്റ്, അത് പകൽ സമയത്ത് നടക്കുന്നു. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ തിരിഞ്ഞു പോകില്ല കേട്ടോ. അടുത്തതായിട്ട് മൺസൂൺ കാറ്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലൊക്കെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതാണ് മൺസൂൺ കാറ്റുകൾ. അതൊന്ന് നോക്കിയാലോ. പേജ് നമ്പർ 25 ഒരു ഇന്ത്യയുടെ ഒരു മാപ്പ് ഉണ്ട്. അത് വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്താൽ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് 2 മാപ്പുകൾ കാണാൻ കഴിയില്ലേ. ചിത്രം 1.19 അല്ലേ. അതിൽ ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയാണ് കാണിക്കുന്നത്, രണ്ടാമത്തത് വടക്ക് കിഴക്കൻ മൺസൂണിനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ 2 തരത്തിലുള്ള മൺസൂൺ കാലഘട്ടങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് കേട്ടോ. ഇവ 2 കാലഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ ദിശ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, രണ്ടും 2 ദിശയിലോട്ടാണ് വീശുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. പേരിനനുസരിച്ച് തന്നെയാണ്, അതായത് വീശുന്നതിനനുസരിച്ച് ആ തുടക്കം എവിടെയാണോ അതിനനുസരിച്ചാണ് അതിൻ്റെ പേരിൻ്റെയൊക്കെ ഒറിജിൻ ഉള്ളത് കേട്ടോ. അപ്പോൾ എളുപ്പം നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും. ഫസ്റ്റത്തത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. അപ്പോൾ അത് തെക്ക് ഭാഗത്തു നിന്നും പടിഞ്ഞാറ് ഭാഗത്തോട്ട് വീശുന്ന കാറ്റാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. രണ്ടാമത്തതോ വടക്ക് കിഴക്കൻ മൺസൂൺ, വടക്ക് നിന്നും കിഴക്ക് ഭാഗത്തോട്ട് വീശുന്ന കാറ്റ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ആ പേര് കിട്ടും. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, എങ്ങോട്ടാണ് അതിൻ്റെ സൈന് എങ്ങോട്ടാണെന്ന് നോക്കി വെക്കുക. ഇനി എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. മൺസൂൺ കാറ്റുകൾ എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ കാലികമായിട്ടുള്ള ദിശാവ്യതിയാനമാണ് മൺസൂൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കാറ്റ് പ്രത്യേക സമയത്ത് കാറ്റിൻ്റെ ദിശയിലുണ്ടാകുന്ന മാറ്റം, ഈ മാറ്റമാണ് മൺസൂൺ മഴയ്ക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഓരോ വർഷവും ഒരു നിശ്ചിത സമയത്ത് കാറ്റ് ഒരു ഭാഗത്തേക്ക് വീശും, അത് കുറച്ച് കഴിയുമ്പോൾ അത് തിരിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വീശും. ഇങ്ങനെ ഒരു കാറ്റിൻ്റെ ദിശാമാറ്റം, അതുകൊണ്ടാണ് നമുക്ക് മഴ കിട്ടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കാറ്റിൻ്റെ കാലികമായിട്ടുള്ള ദിശാവ്യതിയാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചൂട് കാലത്ത്, അതായത് ഉഷ്ണകാലത്ത് ദക്ഷിണേഷ്യൻ വൻകര എന്ന് പറഞ്ഞാൽ ഇത് കേട്ടോ. ദക്ഷിണേഷ്യൻ വൻകരയിൽ പെട്ടതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാലോ, അതായത് ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശം, അതിനാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയാം കേട്ടോ. അപ്പോൾ വൻതോതിൽ നന്നായിട്ട് ചൂട് പിടിക്കും. അപ്പോൾ ചൂട് കാലത്ത് അല്ലെങ്കിൽ ഉഷ്ണകാലത്ത് എന്ത് ചെയ്യും, ഇന്ത്യൻ ഉപഭൂഖണ്ഡം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു ഭാഗം എന്ത് ചെയ്യും, വൻകര ഭാഗം എന്തായിട്ട് മാറും, നല്ല ചൂട് പിടിക്കും. അപ്പോൾ അവിടെ അതിൻ്റെ മുകളിൽ എന്താവും, ഒരു ന്യൂനമർദ്ദം രൂപപ്പെടും. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടും. അപ്പോൾ അതിൻ്റെ നേരെ അപ്പുറത്തുള്ള ഭാഗം, അതായത് സമുദ്രഭാഗം,
ആ സമുദ്രഭാഗത്ത് എന്തായിരിക്കും അപ്പോൾ അവിടെ നല്ല ഉച്ചമർദ്ദമായിരിക്കും, നല്ല പ്രഷർ ഉണ്ടാവും, ഹൈ പ്രഷർ ഉണ്ടാവും. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലോട്ട് എന്ത് ചെയ്യും, കാറ്റ് വീശും. അപ്പോൾ ലോ പ്രഷറുള്ള ഏരിയ എവിടെയൊക്കെയുണ്ട് അവിടെയൊക്കെയാണ് കാറ്റ് വീശുന്നതല്ലേ. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, കാറ്റ് വീശുമ്പോൾ ഇങ്ങനെ വീശുന്ന ആ സമയത്ത് കോറിയോലിസ് പ്രഭാവം ഉണ്ടാകുന്നു അല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാറ്റുകൾ ഇങ്ങനെ നേരെ ഇങ്ങനെ ഒന്ന് വളഞ്ഞിട്ടൊക്കെ പോകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ തെക്ക് പടിഞ്ഞാറിൽ നിന്നും വീശുന്ന ഈ കാറ്റുകൾ കരയിൽ പ്രവേശിക്കുന്നതോടെ പലയിടത്തും വ്യാപകമായിട്ടുള്ള മഴ നമുക്ക് കിട്ടും. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് കേട്ടോ, സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നറിയപ്പെടുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ത്യയുടെ കരഭാഗം ചൂട് പിടിക്കുമ്പോൾ അവിടെ ലോ പ്രഷറാവും. അപ്പോൾ കടൽ ഭാഗത്ത് നിന്നും ഹൈ പ്രഷറിലുള്ള അങ്ങനെ വായു എങ്ങോട്ട് പ്രവഹിക്കും, നമ്മുടെ തെക്ക് നിന്നും പടിഞ്ഞാറോട്ട് വായു പ്രവഹിക്കും. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഇത് കാരണം നമുക്കവിടെ ആ ഒരു കാറ്റ് മൂലം നമുക്കവിടെ എന്ത് ചെയ്യും, കൂടുതൽ മഴ ലഭിക്കും. വടക്ക് കിഴക്കൻ മൺസൂൺ ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കാര്യം അത് ശൈത്യകാലത്ത് നമ്മൾ പറഞ്ഞു ദിശ മാറുന്നുണ്ട് അല്ലേ. ശൈത്യകാലത്ത് ദക്ഷിണേഷ്യ ഉൾപ്പെടുന്ന ഉത്തര വൻകര, അതായത് മുകൾ ഭാഗം, നമ്മളിപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൻ്റെ ഒരു ഭാഗത്താണല്ലോ കിടക്കുന്നത്, ഇന്ത്യയൊക്കെ ഉൾപ്പെടുന്നത്. അപ്പോൾ ഉത്തര വൻകര ഭാഗങ്ങൾ എന്ത് ചെയ്യും, കൊടും ശൈത്യത്തിൻ്റെ പിടിയിലമരും. അതായത് നല്ല തണുപ്പുള്ള സമയമാകുമ്പോൾ ഉത്തരേന്ത്യക്ക് മുകളിൽ ഉച്ചമർദ്ദം രൂപപ്പെടും. അപ്പോൾ നല്ല തണുപ്പുണ്ടാകുമ്പോൾ എന്തായാലും ഉണ്ടാവും, ചൂടുണ്ടാകുമ്പോഴാണ് നമുക്ക് ന്യൂനമർദ്ദം ഉണ്ടാവുക, വായു മുകളിലോട്ട് പൊങ്ങുക. പക്ഷേ ഉച്ചമർദ്ദം ആകുമ്പോൾ എങ്ങനെയായിരിക്കും, നല്ല പ്രഷർ അതിൻ്റെ മുകളിലുണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ ഉച്ചമർദ്ദം രൂപപ്പെടും. ഈ വൻകര ഭാഗത്ത് ഉച്ചമർദ്ദമാകുമ്പോൾ സമുദ്രഭാഗത്ത് എന്തായിരിക്കും, ന്യൂനമർദ്ദമായിരിക്കും അല്ലേ. അപ്പോൾ ആ വൻകരയിൽ നിന്നും എങ്ങോട്ട് സമുദ്രനിരപ്പിലോട്ട് എന്ത് ചെയ്യും, കാറ്റ് വീശും. അപ്പോൾ വടക്ക് കിഴക്ക് ദിശയിലാണ് കാറ്റ് വീശുന്നത്. അപ്പോൾ വടക്ക് ഭാഗത്തു നിന്ന് കിഴക്കൻ ഭാഗത്തോട്ട് കാറ്റ് വീശുകയും അത് എന്ത് ചെയ്യും, ഈ ഒരു കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ അതും എങ്ങനെയും വളഞ്ഞിട്ട് വടക്ക് കിഴക്കൻ ഏരിയയിലൂടെ ഇന്ത്യയിലുടനീളം നമുക്ക് മഴ ലഭിക്കാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് കിഴക്കൻ മൺസൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. എല്ലാവർക്കും തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്കു കിഴക്കൻ മൺസൂണും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാലികവാദങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിർബന്ധമായിട്ടും പഠിച്ചേക്കണം ഏതൊക്കെയാണ് കാലികവാദങ്ങൾ, ഡെഫിനിഷൻ പഠിച്ചേക്കുക, അതിൻ്റെ വകഭേദങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചേക്കുക. അത് കൃത്യമായിട്ട് ചോദിക്കും. അപ്പോൾ എന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യനാണ്. ഇനി അടുത്തതായി പ്രാദേശികവാദങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പ്രാദേശികവാദങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വീശുന്ന കാറ്റുകൾ, അത് അവരുടെ പ്രാദേശിക പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രാദേശികമായി താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. അത് പ്രാദേശിക നാമങ്ങളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വരുന്നത് ലൂ ആണ്. ലൂ എവിടെയാണ് വീശുന്നത്, അത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് വീശുന്നത്. അതിൻ്റെ സവിശേഷത അതൊരു ഉഷ്ണക്കാറ്റാണ്, അതായത് ചൂട് കാലത്തുള്ള ഒരു കാറ്റാണ്. ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരിവിൽ വീശുന്ന കാറ്റാണ്. അതും ഒരു വരണ്ട ഉഷ്ണക്കാറ്റാണ്. ഫൊന്ന് യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചെരിവുകളിൽ വീശുന്ന കാറ്റാണ്. അതും വരണ്ട ഉഷ്ണക്കാറ്റാണ്. ഹർമാറ്റണ് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്നതാണ്. അത് കൊടും ചൂടിന് ശമനമേകുന്നു. അപ്പോൾ അതിനർത്ഥം എന്തായിരിക്കും, അതൊരു തണുപ്പ് കാലത്ത് ശൈത്യക്കാറ്റുകളായിരിക്കും അല്ലേ. മാത്രമല്ല മാംഗോ ഷവർ, ചെറി ബ്ലോസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെയും ഒരുപാട് കാറ്റുകൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ വീശുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ മാക്സിമം കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, കാറ്റുകൾ അതെവിടെയാണ് വീശുന്ന പ്രദേശം എന്നൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ അത് കൃത്യമായിട്ട് ഈ ടേബിളുകളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. നമ്മുടെ പുസ്തകത്തിലുള്ള ടേബിളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഫസ്റ്റ് കാറ്റ് അസ്ഥിരവാദങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അസ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം മാത്രം നിലനിൽക്കുന്ന കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞാൽ. ഈ അസ്ഥിരവാദ കാറ്റുകൾക്ക് ശക്തി, അതിൻ്റെ ദിശ തുടങ്ങിയൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള കാറ്റുകളാണ് ഇവ. ഇതിൽ പെട്ടതാണ് ചക്രവാതങ്ങൾ, പ്രതിചക്രവാതങ്ങൾ തുടങ്ങിയവ. ചക്രവാതങ്ങൾ അതായത് ഈ പാരഗ്രാഫിൽ പറയുന്ന ചുഴലിക്കാറ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ചാണ് കേട്ടോ. അവ എവിടെയാണ് സാധാരണയായി കാണപ്പെടുന്നത്, അവയുടെ ശക്തി എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. ന്യൂനമർദ്ദമുള്ള ഒരു പ്രദേശത്തേക്ക് ചുറ്റുമുള്ള കാറ്റ് ശക്തിയായിട്ട് വീശുകയും അതൊരു ചുഴലിയായിട്ട് മാറുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ഉഷ്ണമേഖലാ കടൽ ഭാഗങ്ങളിലാണ് ഏറ്റവും അധികം സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്, ന്യൂനമർദ്ദമുള്ള ഒരു പ്രദേശത്തേക്ക് ചുറ്റുമുള്ള കാറ്റ് എന്താ ശക്തിയായിട്ട് വീശും. അതിനെയാണ് നമ്മൾ ചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉഷ്ണമേഖലാ കടൽ ഭാഗങ്ങളിലാണ് അധികവും ഇത് സംഭവിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവ വളരെ അപകടകാരികളായിട്ടുള്ള കാറ്റുകളാണ്. ഇവിടെ പറയുന്നുണ്ട്, ഉഷ്ണമേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങൾക്ക് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് വ്യാപ്തി കുറവാണെങ്കിലും, അതായത് അതിൻ്റെ ഏരിയ കുറവാണെങ്കിലും കൂടുതൽ വിനാശകാരികളാണെന്ന്. അപ്പോൾ അവിടെ ഉഷ്ണമേഖലയിലുള്ളതാണ് ഏറ്റവും ശക്തിയുള്ളത് എന്നാണ് പറയുന്നത്. ഉള്ള കാറ്റുകൾ ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിലാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ ഉണ്ടാവുന്നത്. അതിൻ്റെ പിറവി, അതിൻ്റെ രൂപം കൊള്ളുന്നത് അതിൻ്റെ മുകളിലാണ്. പിന്നെ അത് മാത്രമല്ല, ഉത്തരാർദ്ധഗോളത്തിലെത്തുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്ന
ഈ ഉഷ്ണമേഖല ചക്രവാതങ്ങൾ തീരം തൊടുന്നുണ്ട്. അതായത് അതിൻ്റെ വൻകരയിലോട്ട് പ്രവേശിക്കുമ്പോൾ എന്താവും, അതിൻ്റെ ശക്തി കുറഞ്ഞു വരും, നിർജ്ജീവമാവുകയാണ് ചെയ്യുന്നത്. ശക്തി കുറയാൻ കാരണം എന്തായിരിക്കും എന്നറിയോ? കരയിലെ താപ സാഹചര്യങ്ങൾ കടലിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ട്. അതായത് കടലിലും കരയിലും തമ്മിലുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ താപ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും, അത് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. പിന്നെ കരയിൽ ഘർഷണം കൂടുതലായതുമാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ കരയിൽ കയറുന്നതോടെ കുറയുന്നതിന് കാരണമാകുന്നത്. അതായത് താപനില കുറയുന്നതും പിന്നെ ഈ കടലിൽ നിന്ന് ലഭിക്കുന്ന ഈർപ്പം കരയിൽ ലഭ്യമല്ലാത്തതുമാണ് ഇതിനൊരു കാരണം. പറയുന്നത് ഓരോ രാജ്യത്തും ഓരോ പേരുകളിലാണ് ഈ ചക്രവാതങ്ങൾ അറിയപ്പെടുന്നത് എന്നാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ പേരുകളിലാണ് അവിടെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് അമേരിക്കൻ ഐക്യനാടുകളിൽ ഹരിക്കെയിൻ എന്നാണ് പറയുക, ഹരിക്കെയിൻ. അതുപോലെ അമേരിക്കയിൽ പറയുന്നത്, അതുപോലെ ഫിലിപ്പീൻസിൽ ബാഗ്വിയോ എന്ന് പറയും. പിന്നെ ഓസ്ട്രേലിയയിൽ വില്ലീസ് എന്നും ടൊർണാഡോ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. മിതോഷ്ണ മേഖലയിലാണെങ്കിലോ ഉഷ്ണവായുവും ശീതവായും രണ്ടും ഉണ്ടാവുമല്ലോ, മിതമായിട്ടുള്ള ഒരു കാലാവസ്ഥ ആയിരിക്കുമല്ലോ. അപ്പം ഉഷ്ണവായും ശീതവായും സന്ധിക്കുന്ന രണ്ടും കൂടി കൂടിച്ചേരുന്ന ആ ഒരു ഏരിയയിലാണ് മിതോഷ്ണ ചക്രവാതങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, രണ്ടും കൂടി കൂടിച്ചേരുന്ന ഭാഗത്ത്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ നോക്കിയാൽ മിതോഷ്ണ ചക്രവാതങ്ങളുടെ വ്യാപ്തി കൂടുതലായിരിക്കും, പക്ഷെ എന്താണ് അവിടെ അത്രാണ്ട് പവർ അതിന് ഉണ്ടാവില്ല, ശക്തി കുറവായിരിക്കും. മാത്രമല്ല ഈ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ന്യൂനമർദ്ദ ആ ഒരു വ്യവസ്ഥകൾക്ക് വൻകരക്ക് മുകളിലൂടെ അത് സഞ്ചരിക്കാനും കഴിയും. അതായത് വൻകരയിലൂടെ അതിന് ശക്തി മറ്റൊടുത്ത് അത് വൻകരയിലെത്തുമ്പോൾ അതിൻ്റെ ഘർഷണം മൂലമൊക്കെ ശക്തി കുറയുന്നു കിട്ടില്ലേ. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, അത് അതിൻ്റെ മുകളിലൂടെ നീങ്ങാൻ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നീട് പറയുന്ന അടുത്ത സെൻറ്റൻസ്, ലാസ്റ്റ് സെൻറ്റൻസ് പറയുന്നത് എന്താണ്, ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങളിലെ വായുപ്രവാഹം എതിർ ഘടികാര ദിശയിൽ, അതായത് ആൻറ്റി ക്ലോക്ക് വേസിൽ ഓപ്പോസിറ്റ് ദിശയിലായിരിക്കും ഉത്തരാർദ്ധഗോളത്തിൽ കേട്ടോ. ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിലോ ക്ലോക്ക് വേസിൽ ഘടികാര ദിശയിലുമായിരിക്കും. ക്ലോക്ക് പോണ പോലെ ആ ഒരു സൂചി കറങ്ങുന്നത് പോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പേജിൽ പറയുന്നത് പ്രതിചക്രവാതങ്ങളെ കുറിച്ചാണ്. പ്രതിചക്രവാതം എന്ന് പറഞ്ഞാൽ എന്താണ്, ചക്രവാതത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ. അവിടെ പറയുന്നുണ്ട് ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തേക്ക് കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളെയാണ് പ്രതിചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉച്ചമർദ്ദ മേഖല ആ ഒരു കേന്ദ്രത്തിലേക്ക് വീശുന്നതിന് നമ്മൾ ചക്രവാതം എന്ന് പറയും. അപ്പോൾ ഇത് കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തേക്ക് വീശുന്ന, ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു സിസ്റ്റത്തെ പറയുന്നതാണ് പ്രതിചക്രവാതങ്ങൾ. പ്രതിചക്രവാതങ്ങൾ വലിയ പ്രശ്നക്കാരല്ല എന്നാണ് ഇവിടെ പറയുന്നത്. കാര്യം എന്താ പറയുന്നത്, ഇത് കാര്യമായ അന്തരീക്ഷ പ്രക്ഷുബ്ധതകൾക്ക് സൃഷ്ടിക്കാറില്ല. ചലനം എങ്ങനെയായിരിക്കും, ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിൽ ക്ലോക്ക് വേസിൽ, ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിലോ എതിർ ഘടികാര ദിശയിലോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വേസിലും ആയിരിക്കും ഈ കാറ്റ് വീശുന്നത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മളിനി പുതിയൊരു ഏരിയയിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഡിസംബർ 27 നമ്മൾ മറ്റൊരു പ്രതിഭാസത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്, ആർദ്രത. അപ്പോൾ ഇതും സൗരോർജ്ജത്തിൻ്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു അന്തരീക്ഷ ഘടകമാണ് ആർദ്രത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആർദ്രത എന്നെക്കുറിച്ച് നമുക്ക് നോക്കിയാലോ. നമുക്കറിയാം ജലം ചൂടാകുമ്പോൾ അത് നീരാവിയായിട്ട് ഉയർന്നു പോകും അല്ലേ. അതുപോലെ തന്നെ സമാനമായിട്ട് സൂര്യൻ്റെ ചൂടേറ്റിട്ട് താപമേറ്റിട്ട് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഒരുപാട് ജലസ്രോതസ്സുകളുണ്ടല്ലോ, ഉദാഹരണത്തിന് കടൽ, പുഴ, കുളം തുടങ്ങിയവയൊക്കെ. ആ ഒരു ജലസ്രോതസ്സുകളിൽ നിന്ന് ജലം നീരാവിയായിട്ട് എങ്ങോട്ട് എത്തുന്നുണ്ട്, അന്തരീക്ഷത്തിലെത്തുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ജലം നീരാവിയായിട്ട് മാറുന്ന ഈ പ്രക്രിയയെ ഒരു പേര് വിളിക്കും, എന്താണെന്നറിയോ, ഇവാപ്പറേഷൻ, ബാഷ്പീകരണം എന്ന് വിളിക്കും. എന്താണ് ബാഷ്പീകരണം, ബാഷ്പമായി പോവുക, ജലം ബാഷ്പമായി പോവുക. അപ്പോൾ ജലം നീരാവിയായി മാറുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും, ബാഷ്പീകരണം എന്ന് വിളിക്കും. ഈ ജലബാഷ്പം അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യും, ഇങ്ങനെ തങ്ങി നിൽക്കും. അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്, പൊടിപടലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ജലബാഷ്പം എന്ത് ചെയ്യും, തങ്ങി നിൽക്കും. അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ഈ ഒരു ജലാംശത്തെ അന്തരീക്ഷ ആർദ്രത, അറ്റ്മോസ്ഫറിക് ഹ്യൂമിഡിറ്റി എന്നാണ് വിളിക്കുന്നത്. നമ്മൾ 2 ടേം പഠിച്ചു, എന്താണ് ബാഷ്പീകരണം എന്ന് പഠിച്ചു, എന്താണ് ആർദ്രത എന്ന് പഠിച്ചു. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കാണും. കാര്യം എന്താണ്, സൂര്യൻ്റെ ചൂടേറ്റ് ഭൂമിയിലെ ജലം എന്ത് ചെയ്യുമാവും, നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ പോകുന്നു. ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ പോകുന്നതിനെ നമ്മളെന്ത് വിളിക്കും, ബാഷ്പീകരണം എന്ന് വിളിക്കും. ഇനി ഈ നീരാവി എന്ത് ചെയ്യും, അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നതിനെയാണ് നമ്മളെന്ത് വിളിക്കുക, അന്തരീക്ഷ ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുക. ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയോ. ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടേമാണ് കേവല ആർദ്രത അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. നിശ്ചിത വ്യാപ്തം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള അന്തരീക്ഷ ജലത്തിൻ്റെ യഥാർത്ഥ അളവിനെ കേവല ആർദ്രത എന്ന് വിളിക്കും. അതായത് ഒരു നിശ്ചിത വ്യാപ്തമുള്ള അന്തരീക്ഷ വായുവിൽ ഒരു പ്രത്യേക അളവിലുള്ള വായു ഉണ്ടല്ലോ, ഉദാഹരണത്തിന് 1 ക്യൂബിക് മീറ്റർ വായു എന്നൊക്കെ പറഞ്ഞാൽ ഒരു നിശ്ചിത അളവിലുള്ള അങ്ങനെ അതിൽ അടങ്ങിയിട്ടുള്ള ആവിയുടെ അളവിനെ അല്ലെങ്കിൽ ഒരു നിശ്ചിത അളവിലുള്ള വായുവിൽ എത്രത്തോളം ജലാംശം നീരാവി ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് കേവല ആർദ്രത എന്ന് വിളിക്കുന്നത്. സാധാരണയായിട്ട് പറയുന്നത് ഒരു യൂണിറ്റ് വ്യാപ്തമുള്ള വായുവിലെ ജലത്തിൻ്റെ പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന രീതിയിലാണ്, ഗ്രാം പെർ മീറ്റർ ക്യൂബ് പോലുള്ള യൂണിറ്റുകളിലാണ് ഇത് അളക്കുന്നത്. മാത്രമല്ല ഓരോ പ്രദേശത്തെയും ചൂട്, അവിടെ ലഭ്യമായിട്ടുള്ള ജലത്തിൻ്റെ അളവ്, അതനുസരിച്ചാണ് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശത്തിൻ്റെ അളവിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ചൂട് കൂടുമ്പോൾ ജലം നീരാവിയാവാനും
അതുപോലെ ജലം കൂടുതൽ ലഭ്യമാകുമ്പോൾ കൂടുതൽ നീരാവി അന്തരീക്ഷത്തിലെത്താനും സാധ്യതയുണ്ട്. അതുപോലെ ചൂട് കുറയുമ്പോൾ എന്ത് ചെയ്യും, ജലലഭ്യത കുറയും, അപ്പോഴും ആർദ്രത കുറയാനും ഇത് കാരണമാകുന്നുണ്ട്. പറയുന്നത് ആപേക്ഷിക ആർദ്രതയെക്കുറിച്ചാണ്. ആപേക്ഷിക ആർദ്രത എങ്ങനെ കണ്ടെത്താം എന്നൊക്കെയുള്ള ഇക്വേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്, ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലബാഷ്പത്തിന് ഒരു പരിധിയുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്, ഏതൊരു പ്രത്യേക താപനിലയിലും അന്തരീക്ഷ വായുവിന് ഒരു നിശ്ചിത അളവിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജലാംശം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നീര് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഈ അളവിൽ കൂടുതൽ ജലാംശം ഉണ്ടായിട്ടുണ്ടെങ്കിലോ അത് പിന്നീട് ഘനീഭവിക്കാൻ തുടങ്ങും, അതായത് ദ്രാവകാവസ്ഥയിലോട്ട് മാറാൻ തുടങ്ങുമെന്ന് അർത്ഥം. ഇത് പറയുന്നത് ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള ജലത്തിൻ്റെ യഥാർത്ഥ അളവും ഒരു നിശ്ചിത ഊഷ്മാവിൽ വായുവിനെ ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലാംശവും തമ്മിലുള്ള അനുപാതത്തെയാണ് ആപേക്ഷിക ആർദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് യഥാർത്ഥ ആർദ്രത അല്ലെങ്കിൽ ആക്ച്വൽ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്ത് വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലബാഷ്പത്തിൻ്റെ അളവ്, ആ ഒരു അളവും അതുപോലെ അന്തരീക്ഷത്തിലാകെ ജലാംശം ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടാവല്ലോ, അതേ താപനിലയിൽ വായുവിന് പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലബാഷ്പത്തിൻ്റെ അളവും തമ്മിലുള്ള ഒരു അനുപാതത്തെയാണ് ആപേക്ഷിക ആർദ്രത എന്ന് വിളിക്കുന്നത്. എപ്പോഴും ഒരു ശതമാന സംഖ്യ ആയിരിക്കും കേട്ടോ, അത് ശതമാനത്തിലായിരിക്കും ഇത് കാൽക്കുലേറ്റ്. ആപേക്ഷിക ആർദ്രത കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ആപേക്ഷിക ആർദ്രത ഇസ് ഈക്വൽ ടു കേവല ആർദ്രത ബൈ അന്തരീക്ഷത്തിൻ്റെ ആകെ ജലാകിരണ ശേഷി ഇൻറ്റു 100. അപ്പോൾ പറഞ്ഞാൽ നമ്മൾ കേവല ആർദ്രത എത്രയാണെന്ന് കാണാം, അതിനെന്ത് ചെയ്യുക, അന്തരീക്ഷത്തിൻ്റെ ആകെ ജല ആകിരണ ശേഷി ഉണ്ടാവില്ല, അതുകൊണ്ട് ഹരിച്ചിട്ട് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ആപേക്ഷിക ആർദ്രത എത്രയാണെന്ന് കിട്ടും. നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്, ഉദാഹരണത്തിന് ഒരു പ്രോബ്ലം ഉണ്ട്. ഒരു നിശ്ചിത താപനിലയിൽ വായുവിൽ അടങ്ങിയിട്ടുള്ള ജലബാഷ്പത്തിൻ്റെ അളവ് എത്രയാണ്, 15 ഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അതേ താപനിലയിൽ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലബാഷ്പത്തിൻ്റെ അളവോ 30 ഗ്രാം പെർ മീറ്റർ ക്യൂബ്. എങ്കിൽ വായുവിലെ ആപേക്ഷിക ആർദ്രത എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടെത്തുക, നമ്മൾ ഈ ആപേക്ഷിക ആർദ്രത കണ്ടെത്താനുള്ള കേവല ആർദ്രത ബൈ ടോട്ടൽ ജലബാഷ്പത്തിൻ്റെ അളവ് എന്നുള്ള ഇൻറ്റു 100 എന്നുള്ള ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്താൽ നമുക്ക് 15/30 ഇൻറ്റു 100 എന്ന് വരും അല്ലേ. അപ്പോൾ 15/30 ചെയ്യുകയാണെങ്കിൽ 0.5 കിട്ടും. 0.5 ഇൻറ്റു 100 ചെയ്താൽ 50% എന്ന് കിട്ടും. അപ്പോൾ വായുവിലെ ആപേക്ഷിക ആർദ്രത എത്രയാണ്, 50% എന്നാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുക. ചിത്രം 1.22 അല്ലെങ്കിൽ ചിത്രം 1.23 നോക്കിയാൽ നമുക്ക് ഹൈഗ്രോമീറ്ററും വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് എന്തിനുള്ളതാണെന്ന് അറിയാമോ, ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണങ്ങളാണ് ഹൈഗ്രോമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹൈഗ്രോമീറ്ററാണ് ഫസ്റ്റ് കാണുന്നത്. ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. അതുപോലെ വേറെ ഏതാണ്, വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിൽ രേഖപ്പെടുത്തുന്ന താപവ്യത്യാസം ഉപയോഗപ്പെടുത്തിയും എന്ത് ചെയ്യാം, നമുക്ക് ആപേക്ഷിക ആർദ്രത കണക്കാക്കാമെന്നും നമുക്ക് പേജ് നമ്പർ 28 പറയുന്നുണ്ട്. എന്താ പറയുന്നത് കൂട്ടുകാരെ നോക്കിക്കേ, അന്തരീക്ഷം പൂർണ്ണമായും ജലപൂരിതമാകുന്ന അവസ്ഥയെ പൂരിതാവസ്ഥ, സാച്ചുറേഷൻ ലെവൽ എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ അന്തരീക്ഷം ജലപൂരിതമാകുന്ന നിർണായക ഊഷ്മാവിനെ പൂരിതാംഗം അല്ലെങ്കിൽ സാച്ചുറേഷൻ പോയിൻ്റ് എന്നും വിളിക്കുന്നു. ഈ അന്തരീക്ഷം ജലപൂരിതമാകുന്നതോടെ ഘനീഭവനം ആരംഭിക്കുകയും ചെയ്യുന്നു. തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ അതിൻ്റെ പരമാവധി അളവിൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയെയാണ് പൂരിതാവസ്ഥ എന്ന് വിളിക്കുക. അതായത് ഒരു നിശ്ചിത താപനിലയിൽ അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രത്യേക അളവിൽ മാത്രമേ ജലബാഷ്പം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പരിധി എത്തുമ്പോൾ അന്തരീക്ഷം പൂരിതമായി എന്ന് പറയാൻ പറ്റും. പിന്നെയോ ഈ അന്തരീക്ഷം അതിൻ്റെ പരമാവധി ജലബാഷ്പം ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക താപനില ഉണ്ടാവുമല്ലോ, ആ താപനിലയിലാണ് അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് പൂരിതാംഗം അല്ലെങ്കിൽ സാച്ചുറേഷൻ പോയിൻ്റ്. താപനില മാറുമ്പോൾ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലബാംശത്തിൻ്റെ അളവിൽ മാറ്റം വരും. താപനില കുറയുമ്പോഴാണെങ്കിലും അന്തരീക്ഷത്തിൽ ജലബാഷ്പം ഉൾക്കൊള്ളുന്ന ആ ശേഷി കുറയുകയും അത് പൂരിതമാവുകയും ചെയ്യും. പൂരിതാവസ്ഥയിലെത്തുമല്ലോ, അപ്പോൾ കൂടുതൽ ജലബാഷ്പമൊന്നും ഈ ഉൾക്കൊള്ളാൻ ഇതിന് കഴിയില്ല. അപ്പോൾ അധികം ജലബാഷ്പം എന്താവും, അത് തണുപ്പ് ദ്രാവകാവസ്ഥയിലോട്ട് മാറാൻ തുടങ്ങും. ഈ ഒരു പ്രക്രിയ, ഈ ദ്രാവകാവസ്ഥയിലോട്ട് മാറുന്ന ഒരു പ്രക്രിയയാണ് ഘനീഭവനം അല്ലെങ്കിൽ കണ്ടൻസേഷൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് ജലത്തുള്ളികളായി മാറി പിന്നീട് മേഘം രൂപം കൊള്ളുന്നതൊക്കെ ഘനീഭവിച്ചുകൊണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ. നമ്മൾ ഘനീഭവിക്കൽ എന്താണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഘനീഭവിക്കലിന് വിവിധ രൂപങ്ങളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഇവിടെ പിക്ചർ സഹിതം കൊടുത്തിട്ടുണ്ട് അടുത്ത പേജിൽ. ഘനീകരണ രൂപങ്ങൾ, അപ്പോൾ 1 തുഷാരം, 2 ഹിമം, 3 മൂടൽമഞ്ഞ്, 4 മേഘം. അപ്പോൾ എങ്ങനെയാണ് ഘനീഭവിക്കുന്ന വിവിധ രൂപങ്ങളായി മാറുന്നതെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കിയാലോ. പറയുന്നത് തുഷാരത്തെക്കുറിച്ചാണല്ലേ. തുഷാരം എന്ന് പറഞ്ഞാൽ എന്താണ്, രാത്രികാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്നിട്ട് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കും.
ഈ നീരാവി ഇങ്ങനെ തണുത്തിട്ടുണ്ടാകുന്ന നീരാവി ഘനീഭവിച്ചിട്ട് എന്തായി മാറും? വെള്ളത്തുള്ളികളായിട്ട് മാറും. ഇത് ഈ പുൽക്കൊടികളിലും ഇലകളിലൊക്കെ മറ്റു തണുത്ത പ്രതലങ്ങളിൽ പറ്റി പിടിച്ചിരിക്കും. നമ്മൾ തുഷാരം എന്ന് പറയുന്നത് ആ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? പുൽക്കൊടികളിലൊക്കെ അങ്ങനെ വെള്ളം ഉറ്റിയിട്ടിരിക്കുന്ന പോലെയുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനാണ് തുഷാരം എന്ന് പറയുന്നത്. പിന്നീട് ഹിമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞ് അല്ലേ? അന്തരീക്ഷ താപനില 0°C താഴെയായിട്ട് കുറയുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മഞ്ഞുള്ള പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ തുഷാരത്തിൻ്റെ സ്ഥാനത്ത് നേരത്തെ ഹിമകണികകൾ രൂപം കൊള്ളും. ഇതിനെയാണ് ഹിമം എന്ന് പറയുന്നത്. അപ്പം മഞ്ഞ് രൂപം കൊള്ളുന്നതിനെയാണ്, ചെറിയ ചെറിയ കണികളായിട്ട് രൂപം കൊള്ളുന്നതിനെയാണ് ഹിമം എന്ന് പറയുക കേട്ടോ. അതും എങ്ങനെയാണ്? 0°C താഴെയായിട്ട്, അതിലും താഴെയായിട്ട് ഉള്ള പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ ഹിമകണങ്ങൾ രൂപം കൊള്ളുന്നത്. പിന്നീട് പറയുന്നത് മൂടൽമഞ്ഞിനെ കുറിച്ചാണ്. മൂടൽമഞ്ഞ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ? നമ്മുടെ അന്തരീക്ഷം ഇങ്ങനെ മൂടിക്കെട്ടിയ പോലെ ഇരിക്കുന്ന അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകളായിട്ട് അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കും. ഇങ്ങനെ അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ പൊടിപടലങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിനാലാണ് മൂടൽമഞ്ഞ് ഉണ്ടാകുന്നത്. മൂടൽമഞ്ഞിൻ്റെ കട്ടിയൊക്കെ അനുസരിച്ച് നേർത്ത മൂടൽമഞ്ഞ് അല്ലെങ്കിൽ മിസ്റ്റ്, കനത്ത മൂടൽമഞ്ഞ്, ഫോഗ് എന്നിങ്ങനെയൊക്കെ തരംതിരിക്കാൻ നമുക്ക് കഴിയും. നെക്സ്റ്റ് പറയുന്നത് മേഘങ്ങളെ കുറിച്ചാണല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളും ജലാംശവും ഒക്കെ ഉൾക്കൊണ്ടിട്ടാണ് എന്തുണ്ടാകുന്നത്? മേഘങ്ങൾ രൂപീകരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും? 0.001 സെൻറ്റിമീറ്ററിലും താഴെയാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്. അതുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങുന്നത്. അത്രയും വലിപ്പം കുറവാണെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ തരംതിരിച്ചിരിക്കുന്ന വിവിധ വകഭേദങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. ഉയരത്തിൻ്റെയും അതുപോലെ അവയുടെ രൂപത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവയെ വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് സിറസ് മേഘങ്ങളാണ് കേട്ടോ. സിറസ് മേഘങ്ങൾ നമുക്കിവിടെ ഫോട്ടോയിൽ കാണാം. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയർന്ന വിതാനത്ത്, അതായത് ഉയർന്ന സ്ഥലങ്ങളിൽ വൽക്കെട്ടുകൾ പോലെ കാണുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. അടുത്തത് സ്ട്രാറ്റസ് മേഘമാണ്. താഴ്ന്ന വിതാനത്തിൽ കനത്ത പാളിയായിട്ട് കാണപ്പെടും. മൂന്നാമത് ക്യുമുലസ് മേഘങ്ങളാണ്. ഇത് ഉയർന്ന സംവഹന പ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ്. നല്ല പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള മേഘങ്ങളാണ്. നല്ല ക്യൂട്ടായിരിക്കുന്നുണ്ട് അല്ലേ? ക്യൂട്ടായത് ക്യുമുലസ് മേഘങ്ങൾ. അപ്പോൾ ഇതിങ്ങനെ ലംബമായിട്ട് കുത്തനെയാണ് ഇത് ഉള്ളത് കേട്ടോ. നാലാമത്തെ വകഭേദം നിംബസ് മേഘങ്ങളാണ്. ആഴ്ന്ന വിതാനങ്ങളിലുള്ള ഇരുണ്ട മഴമേഘങ്ങൾ. അങ്ങനെ കണ്ടാൽ എന്നാൽ നമുക്ക് ഈ നിംബസ് മേഘങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മേഘങ്ങളിലുള്ള ജലകണികകൾ സൂര്യപ്രകാശത്തെ കടത്തിവിടുന്നില്ല, അതുകൊണ്ടാണ് അത് ഇരുണ്ട നിറത്തിൽ കാണുന്നത്. മുകളിൽ നമ്മൾ പറഞ്ഞ 4 മേഘങ്ങളും സ്വതന്ത്രമായിട്ടൊന്നുമല്ല കാണുന്നത് കേട്ടോ. അപ്പോൾ അവർ വേറെയും ഒരുപാട് വകഭേദങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു പേരുകളിലൊക്കെയാണ് അവർ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരം മേഘങ്ങളെ സീറോസ്ട്രാറ്റസ്, അതുപോലെ സ്ട്രാറ്റോ ക്യുമുലസ്, കുമുലോ നിംബസ്, നിംബോസ്ട്രാറ്റസ് തുടങ്ങിയ ഒരുപാട് പേരുകളിലും ഇവ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഘനീകരണം വഴിയാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. മേഘങ്ങളിൽ എന്തൊക്കെയുണ്ട്? ജലകണികകളുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ജലകണികളുടെ വലിപ്പം അങ്ങനെ കൂടി വരുമ്പോൾ അതിന് ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ പറ്റാത്ത വരുമ്പോൾ വലിയ വലുപ്പമാകുമ്പോൾ ജലകണികൾ എന്ത് ചെയ്യും? മേഘങ്ങളിൽ നിന്ന് വിട്ടുപോരും. എന്നിട്ട് അപ്പോൾ എങ്ങനെയാണ് താഴേക്ക് വരുന്നതെന്ന് പറയും? വർഷണത്തിൻ്റെ രൂപത്തിൽ, അതായത് വിവിധ രൂപങ്ങളായിട്ട് വരുന്നുണ്ട്. മഴയായിട്ട്, മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച തുടങ്ങിയ രൂപത്തിൽ, വ്യത്യസ്ത രൂപത്തിൽ ഭൂമിയിലോട്ട് പതിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മേഘങ്ങളുടെ രൂപങ്ങൾ നോക്കി. ഇനി നമ്മൾ വർഷണത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വർഷണത്തിൻ്റെ രൂപങ്ങൾ നമ്മൾ പറഞ്ഞു. മഴ ഫസ്റ്റ് ഒന്നാണ് മഴ അല്ലേ? മഴ നമുക്കറിയാം ജലതുള്ളികളായിട്ട് താഴേക്ക് വീഴുന്നതാണ് മഴ എന്ന് പറയുന്നത് അല്ലേ? അത് നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? മഞ്ഞുവീഴ്ച ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ? മഞ്ഞുവീഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ശൈത്യകാല പ്രദേശങ്ങളിലും അതുപോലെ മിതോഷ്ണ കാലാവസ്ഥാ പ്രദേശങ്ങളിലൊക്കെ ആ ഒരു ഏരിയയിലൊക്കെ തണുപ്പ് കാലത്ത് എന്തുണ്ടാവും? അന്തരീക്ഷ താപനില 0°C താഴെയാവുമ്പോഴാണ് ഇവിടെ ഹിമ രൂപങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ? ഇങ്ങനെ ഹിമപരലുകളുടെ രൂപത്തിലാണ് മഞ്ഞുവീഴ്ച, അങ്ങനെ മഞ്ഞിങ്ങനെ ചെറിയ കണികളായിട്ട് മഞ്ഞ് വീഴുന്ന രൂപത്തിലുള്ളതാണ് മഞ്ഞുവീഴ്ച എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ പറയാനുള്ളത് ആലിപ്പഴ വീഴ്ചയെക്കുറിച്ചാണ് അല്ലേ? ആലിപ്പഴ വീഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ മേഘങ്ങളിൽ നിന്നും വരുന്ന ജലകണികകൾ അന്തരീക്ഷത്തിൻ്റെ വിവിധ തലങ്ങളിൽ വെച്ചിട്ട് ആവർത്തിച്ചിട്ട് ഘനീകരണം സംഭവിക്കും. ആ ഘനീകരണം അങ്ങനെ ആവർത്തനം ചെയ്യുമ്പോൾ അപ്പോൾ ഒരു പാളികളായിട്ട് തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നു. അപ്പോൾ ചെറിയ കട്ടകളല്ലേ, അങ്ങനെ വരുന്നതാണ് ആലിപ്പഴ വീഴ്ച. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിമ്പിളാണ് ഈ കാര്യങ്ങളൊക്കെ. എന്തൊക്കെയാണ് വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളെന്ന് ചോദിച്ചാൽ മഴ, പിന്നെ മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച എന്നാണ് ആൻസർ എഴുതുന്നത്. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ? സിമ്പിളായിട്ട് എഴുതുന്ന കാര്യങ്ങളാണ്. നമ്മൾ പോകുന്നത് മഴ എങ്ങനെയെല്ലാം എന്നുള്ള ലാസ്റ്റ് ഭാഗത്തോട്ടാണ് കേട്ടോ. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് പർവ്വതമഴയെക്കുറിച്ചാണ്. ഓറോഗ്രാഫിക് റെയിൻഫോളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കടലിൽ നിന്നും നീരാവി പൂരിതമായിട്ടുള്ള കാറ്റ് കരയിൽ പ്രവേശിക്കുകയും പർവ്വത ചെരിവുകളിൽ തട്ടി ഉയരുകയും ചെയ്യും. ഇത്
കാറ്റിന് അഭിമുഖമായ പർവ്വത പ്രദേശത്ത് ഘനീകരണത്തിനും മഴമേഘങ്ങളുടെ രൂപീകരണത്തിനും ഇടയാക്കുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെയാണ് പർവ്വതമഴ എന്ന് വിളിക്കുന്നത്. കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വശങ്ങളിൽ എന്തായിരിക്കും, കുറവ് മഴയായിരിക്കും ലഭിക്കുക. അങ്ങനെ ഈ ഓപ്പോസിറ്റ് വശങ്ങളെ വിളിക്കുന്ന പേരാണ് മഴനിഴൽ പ്രദേശങ്ങൾ കേട്ടോ. റെയിൻ ഷാഡോ റീജിയൻസ് എന്നാണ് വിളിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചിത്രം 1.27 നോക്കിയാൽ മനസ്സിലാവും. കടലിൽ നിന്നും എന്ത് വരികയാണ്, നീരാവി പൂരിതമായിട്ടുള്ളൊരു കാറ്റ് വന്നിട്ട് അത് കരയിൽ പ്രവേശിച്ചിട്ട് പർവ്വത ചെരുവിലെത്തുകയാണ് അല്ലേ. എന്നിട്ട് അവിടെ നിന്ന് എന്താവുകയാണ്, അവിടെ പർവ്വതവശത്ത് വന്നിട്ട് ഘനീഭവിച്ച് തണുത്തുറഞ്ഞിട്ട് അത് മഴയായിട്ട് പെയ്യണം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വശങ്ങൾ എന്തായിരിക്കും, അവിടെ മഴ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. അങ്ങനെ ആ വശങ്ങളെ വിളിക്കുന്ന പേരാണ് മഴനിഴൽ പ്രദേശങ്ങൾ. ഇത്രയും ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മഴ ധാരാളമായി ലഭിക്കുമ്പോൾ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ അതിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മഴ തീരെ കുറവായിരിക്കും. കാരണം എന്താണ്, നമ്മുടെ അവിടെ കേരളത്തെയും തമിഴ്നാടിനെയൊക്കെ വേർതിരിച്ചിട്ട് സഹ്യപർവ്വതം ഉണ്ട് അല്ലേ. അപ്പോൾ സഹ്യപർവ്വതത്തെ തട്ടിയിട്ട് മഴ കേരളത്തിലും ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രദേശം എന്തായിരിക്കും, മഴ നിഴൽ പ്രദേശമായിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മഴ കുറവായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ പർവ്വതവൃഷ്ടി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമതായിട്ട് പറയുന്ന റെയിൻഫോളാണ് സംവഹന വൃഷ്ടി. അതായത് അത് ഉഷ്ണകാലത്താണ് ഉണ്ടാവുക. ഉഷ്ണകാലത്ത് ഉച്ച തിരിഞ്ഞുള്ള സമയങ്ങളിലാണ് ആ മഴ ഉണ്ടാകുന്നത്. ഇങ്ങനെ സംവഹന ഫലമായിട്ടുണ്ടാകുന്ന മഴയാണ് സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. സംവഹനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ താപം, ദ്രാവകം, വാതകം തുടങ്ങിയ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്ന ഒരു പ്രോസസ്സാണ് സംവഹനം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഇപ്പോൾ ചൂടുള്ള ഭാഗം തണുത്ത ഭാഗത്തോട്ട് തന്മാത്രകളുടെ ചലനം മൂലം താപം കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് സംവഹനം എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഉണ്ട്, ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശങ്ങളിൽ ഏറെക്കുറെ എല്ലാ ദിവസവും സംവഹന വൃഷ്ടി ഉണ്ടാകുന്നുണ്ട്. കാര്യം എന്താ, ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ നല്ല ചൂടുണ്ടല്ലേ. അപ്പോൾ താപം മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീങ്ങിയിട്ട് അവിടെ എല്ലാ ദിവസവും എന്ത് ചെയ്യണം, മഴ കിട്ടുന്ന ഒരു ഏരിയ ആയിട്ട് മാറുകയാണ്. ഈ ഒരു സംവഹന മഴയെ 4 മണി മഴ, 4 o'clock റെയിൻ എന്നും വിളിക്കാറുണ്ട് എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇതായിട്ട് പറയുന്നതാണ് ചക്രവാത വൃഷ്ടി അല്ലെങ്കിൽ സൈക്ലോണിക് റെയിൻഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നുണ്ട്, ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും കൂടിച്ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്ന് ഘനീകരണത്തിനും മഴക്കും കാരണമാവുകയും ചെയ്യുന്നു. ഇതാണ് ചക്രവാത വൃഷ്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ചക്രവാത വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒരു ചുഴലിക്കാറ്റ് പോലുള്ള ഒരു അന്തരീക്ഷ പ്രതിഭാസം ഉണ്ടാകുമ്പോൾ അതിൽ ചൂടുള്ള കാറ്റും അതുപോലെ തണുത്ത കാറ്റും എന്ത് ചെയ്യും, പരസ്പരം അടുത്ത് വരും. അപ്പോൾ ആ ഒരു വരുമ്പോൾ അതിൻ്റെ ഭാരം കുറവുള്ളതിനാൽ ചൂടുള്ള കാറ്റ് മുകളിലോട്ട് ഉയർന്നു പൊങ്ങും. ഇങ്ങനെ ഉയർന്നു പൊങ്ങിയിട്ട് ആ നീരാവി തണുത്ത് മേഘങ്ങളായിട്ട് മാറി പിന്നീട് മഴയായിട്ട് പെയ്യുകയും ചെയ്യും. ഇതാണ് ചക്രവാത വൃഷ്ടി എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് ഉഷ്ണവായു ശീതവായു സഞ്ചയങ്ങൾ സംയോജിക്കുന്ന അതിരുകളെ വാതമുഖങ്ങൾ എന്നാണ് വിളിക്കുന്നത് എന്ന് പറയും അല്ലേ. എന്താണ്, ചൂടുള്ള കാറ്റും അതുപോലെ തണുത്ത കാറ്റൊക്കെ വന്നു ചേരുന്ന ആ ഒരു അതിർത്തി ഉണ്ടാവില്ല, ആ അതിർത്തി പ്രദേശങ്ങളെ വാതമുഖങ്ങളെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം മഴയെ എന്താ വിളിക്കുക, വാതമുഖ മഴ എന്നാണ് വിളിക്കുന്നത് അല്ലേ. വാതമുഖങ്ങളുടെ സാന്നിധ്യം മൂലം ഉണ്ടാകുന്ന ഈ മഴയെ എന്ത് വിളിക്കും, വാതമുഖ മഴ എന്ന് വിളിക്കും. ചുരുക്കത്തിൽ ചക്രവാതത്തിൽ ചൂടുള്ളതും തണുത്തതുമായിട്ടുള്ള കാറ്റുകൾ കൂട്ടിമുട്ടുമ്പോൾ ചൂടുള്ള കാറ്റ് എന്ത് ചെയ്യും, ഉയർന്ന് തണുത്തിട്ട് അത് മഴയായി പെയ്യും. ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ ചക്രവാത വൃഷ്ടി അല്ലെങ്കിൽ വാതമുഖ മഴ എന്നാണ് വിളിക്കുന്നത്. ചൂടുള്ളതും അതുപോലെ തണുത്തതുമായിട്ടുള്ള കാറ്റുകൾ കൂടിച്ചേരുന്ന ആ ഒരു അതിർത്തിയെ നമ്മൾ എന്ത് വിളിക്കും, വാതമുഖം എന്ന് വിളിക്കും. അത്രയാണ് ഈ ഒരു പാരഗ്രാഫിൽ ഉള്ളത്. ഒക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ 3 ടൈപ്പ് റെയിൻഫോളിനെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞത് പർവ്വതമഴയാണ്, രണ്ടാമത് പറഞ്ഞത് സംവഹന വൃഷ്ടിയാണ്, മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ചക്രവാത വൃഷ്ടിയാണ് അല്ലേ. അപ്പോൾ ഇത് മൂന്നും എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിനി ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്, കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് അതിതീവ്ര മഴ എന്താണ്, മേഘവിസ്ഫോടനം എന്താണെന്നും കൂടി പറയുന്നുണ്ട്. അതും കൂടി പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഈ ഭാഗത്ത് ലാസ്റ്റ് ഒരു നീലക്കോളത്തിൽ കാണിക്കുന്നത് അതിതീവ്ര മഴയും മേഘവിസ്ഫോടനവുമാണ്. അപ്പോൾ അതിതീവ്ര മഴ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. ചില പ്രത്യേക പ്രദേശങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ മഴയുണ്ടാകുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അതിതീവ്ര മഴ എന്ന് വിളിക്കുക അല്ലേ. ഇത് മിന്നൽ പ്രളയങ്ങൾ അതുപോലെ ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാരണമാകുന്നു. മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ എന്താണ്, മണിക്കൂറിൽ 10 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ അത് മേഘവിസ്ഫോടനമായിട്ട് കണക്കാക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ 2019 നമ്മുടെ കേരളത്തെ പിടിച്ചു കുലുക്കിയ അല്ലേ കവളപ്പാറ, പുത്തുമല ആ ഒരു പ്രദേശം അല്ലേ ഒന്നാകെ പോയ, അതുപോലെ മുണ്ടക്കൈ, ചൂരൽമല അങ്ങനെയുള്ള ഏരിയകളൊക്കെ നഷ്ടമായത് ഇത്തരത്തിലുള്ള മേഘവിസ്ഫോടനങ്ങളും ഉരുൾപൊട്ടലൊക്കെ കാരണമായിട്ടാണ് എന്നും കൂടി പറഞ്ഞിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.